ഹലോ മക്കളെ, പ്രൂവ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കേട്ടോ. പ്രൂവ് ദാറ്റ് ദ സം ഓഫ് കണ്ടിന്യൂസ് ടേംസ് സ്റ്റാർട്ടിംഗ് ഫ്രം ദ ഫസ്റ്റ് ഓഫ് ദ സീക്വൻസ് 3, 5, 7 ആഡഡ് ടു 1 ഗീവ്സ് എ പെർഫെക്റ്റ് സ്ക്വയർ. ഒന്നുകൂടെ നോക്കണേ, എന്താ തെളിയിക്കാൻ പറഞ്ഞത്? 3, 5, 7 എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ കുറച്ച് പദങ്ങളുടെ തുകയുടെ കൂടെ ഒന്ന് കൂട്ടിയാൽ ഒരു പൂർണ്ണവർഗം കിട്ടുമെന്ന് തെളിയിക്കണം. പെർഫെക്റ്റ് സ്ക്വയർ ആണ്. എത്ര പദങ്ങളുടെ തുകയാന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ എങ്ങനെ തുടങ്ങുക? എത്രയോ പദങ്ങളുടെ തുകയാണ്, ഇതൊരു n പദങ്ങളുടെ തുകയാന്ന് വിചാരിച്ചോ. n ടേമിന്റെ സം ആദ്യം അങ്ങോട്ട് കണ്ടുപിടിക്കുക. d/2n² പ്ലസ് f മൈനസ് d/2n ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇവിടുത്തെ കോമൺ ഡിഫറൻസ് 2 അല്ലേ. സോ 2/2 എന്ന് പറഞ്ഞാൽ 1 കിട്ടും. സോ ഇത് 1n² പ്ലസ് ഫസ്റ്റ് ടേം 3 ആണ്. 3 മൈനസ് d/2 നമുക്ക് നേരത്തെ കിട്ടിയ 1 ഉണ്ട്. സോ 3 മൈനസ് 1 ഇൻറ്റു n എന്തായിരിക്കും ആൻസർ വരിക? 1 ഇൻറ്റു n² പ്ലസ് 3 മൈനസ് 1 2 ആയതുകൊണ്ട് 2n. n² പ്ലസ് 2n ആണ് n ടേമിന്റെ സമ്മ് കിട്ടുക. ഈ സമ്മ് പെർഫെക്റ്റ് സ്ക്വയർ നല്ല പ്രൂവ് ചെയ്യാൻ പറഞ്ഞത് സമ്മിനോട് ഒന്ന് കൂട്ടിയാൽ നമുക്കൊന്ന് കൂട്ടി നോക്കാം. n² പ്ലസ് 2n ഇതിനോട് ഒരു ഒന്നുകൂടെ നമ്മൾ ആഡ് ചെയ്യണേ. ഇങ്ങനെ ഒന്നും കൂടെ ആഡ് ചെയ്താൽ ഈ കിട്ടിയ സാധനം, ഈ ആൻസർ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞത്. എപ്പോഴാണ് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആവുക? നമുക്ക് പറയാം 16, 16 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. എന്തുകൊണ്ടാ? അത് 4ന്റെ സ്ക്വയർ ആണ്. 25 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. എന്തുകൊണ്ടാണ് മക്കളെ? 5ന്റെ സ്ക്വയർ ആണ്. അതേപോലെ ഈ n² പ്ലസ് 2n പ്ലസ് 1 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. എന്തുകൊണ്ടാണ്? ഇതിനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതിക്കൂടെ? എങ്ങനെയാണ് നമ്മളിത് മാറ്റി എഴുതുക? n പ്ലസ് 1 ദ ഓൾ സ്ക്വയർന്ന് നമുക്ക് ഇതിന്റെ ആൻസർ മാറ്റി എഴുതാൻ പറ്റും. കാരണം എന്താ? ഇത് സ്ക്വയർ കംപ്ലീഷൻ ആണ്. n-ന്റെ കൂടെയുള്ള ഈ 2ന്റെ ഹാഫിന്റെ സ്ക്വയർ, അതാണ് ഇവിടെ ആഡ് ചെയ്ത നമ്പർ. വർഗ്ഗത്തികവ് പഠിച്ചിട്ടില്ലേ? ആ രീതിയിൽ നമ്മൾ ഇത് മാറ്റി എഴുതിയാൽ n+1 ഓൾ സ്ക്വയർ എന്ന് കിട്ടും കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? n-ന് പകരം x വെച്ചിട്ടൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. നമ്മുടെ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് ആണിത്. സോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ബൈ.